ഇറാന് കുലുക്കമില്ല. ട്രംപിന്റെ ആവർത്തിച്ചുള്ള ഭീഷണികളെയും ഇറാൻ കരുതലോടെ തള്ളിക്കളയുകയാണ്. ഇറാന്റെ ഈ ആത്മവിശ്വാസം തന്നെയാണ് ട്രംപിനെ പേടിപ്പിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. കടലിലും കരയിലും ആകാശത്തും അമേരിക്കയ്ക്ക് മറുപണി ഒരുക്കി കാത്തിരിക്കുകയാണ് ഇറാൻ എന്നാണ് റിപ്പോർട്ടുകൾ. ഹോർമൂസ് കടലിടുക്കിന് സമീപം ഇറാന്റെ ഡ്രോൺ കാരിയർ യുദ്ധക്കപ്പലായ ഷാഹിദ് ബഗേരി നിലയുറപ്പിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ എത്ര വലിയ അർമാട വന്നാലും ഷാഹിദ് ബഗേരി നേരിടുമെന്നാണ് ടെഹ്റാന്റെ പ്രഖ്യാപനം. അമേരിക്കൻ കൂറ്റൻ കപ്പൽ കൂട്ടത്തിനെതിരായ ഇറാന്റെ ബ്രഹ്മാസ്ത്രമാണ് ഈ ഡ്രോൺ കാരിയർ യുദ്ധക്കപ്പൽ എന്നാണ് വിശേഷണമുള്ളത്. ഷാഹിദ് ബഗേരിയുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം IRGC പുറത്തുവിട്ടിരുന്നു. അമേരിക്കയ്ക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പ് എന്ന നിലയിൽ തന്നെയാണ് ഷാഹിദ് ബഗേരിയുടെ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടത്. ഷാഹിദ് ബഗേരിയെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇറാന്റെ ആദ്യത്തെ നാവിക ഡ്രോൺ വാഹിനി കപ്പലാണ് ഇത്. പെരാരിൻ എന്ന വാണിജ്യ കണ്ടെയ്നർ കപ്പലിന് രൂപമാറ്റം വരുത്തിയാണ് കുറഞ്ഞ ചെലവിൽ ഷാഹിദ് ബഗേരി ഇറാൻ നിർമ്മിച്ചത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 6-നാണ് ഈ യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്തത്. ഇതിൽ 180 മീറ്റർ നീളമുള്ള റൺവേയും ഡ്രോണുകൾക്ക് എളുപ്പത്തിൽ ടേക്ക് ഓഫ് ചെയ്യാൻ സഹായിക്കുന്ന സ്കീ ജമ്പ് റാമ്പും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് അമേരിക്കൻ അർമാഡയ്ക്ക് ഭീഷണിയാകുന്നത് എന്നുകൂടി നോക്കാം. 60ഓളം ഡ്രോണുകളെയും ഹെലികോപ്റ്ററുകളെയും വഹിക്കാൻ ഈ കപ്പലിന് ശേഷിയുണ്ട്. കൂടാതെ 30ഓളം മിസൈൽ ബോട്ടുകളെയും ഇതിനുള്ളിൽ സൂക്ഷിക്കാം. മിസൈൽ ബോട്ടുകൾ എന്നാൽ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ചെറിയ ബോട്ടുകളാണ്. കപ്പലുകളുടെ അടുത്തേക്ക് നിരീക്ഷണ സംവിധാനങ്ങളെ മറികടന്ന് വളരെ പെട്ടെന്ന് എത്താൻ ഇവയ്ക്ക് കഴിയുമെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പിന്നെ ഹ്രസ്വദൂര, മധ്യദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഷാഹിദ് ബഗേരിക്ക് ഉള്ളിലുണ്ട്. ഒപ്പം കൗസർ 222 ഡിഫൻസീവ് മിസൈലുകളും കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, ഏകദേശം 22,000 നോട്ടിക്കൽ മൈൽ ദൂരം ഇന്ധനം നിറയ്ക്കാതെ സഞ്ചരിക്കാൻ ഷാഹിദ് ബഗേരിക്ക് കഴിയും എന്നുള്ളതാണ്. അതായത് കടലിൽ 1 വർഷം വരെ നിലയുറപ്പിക്കാൻ കപ്പലിന് കഴിയുമെന്ന് അർത്ഥം. ഷാഹിദ് ബഗേരിയിൽ നിന്നുള്ള ഡ്രോൺ കൂട്ടം അമേരിക്കൻ അർമാഡയ്ക്ക് കനത്ത ഭീഷണിയാകുമെന്നാണ് അതുകൊണ്ട് തന്നെ വിലയിരുത്തുന്നത്. ഇറാൻ സൈന്യത്തിന്റെ ശക്തി ദുർഗമാണ് ഡ്രോണുകളും മിസൈലുകളും. ഏത് രാജ്യത്തിന്റെയും പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിയുന്ന വലിയ ഡ്രോൺ ശേഖരം, വൈവിധ്യമാർന്ന ഡ്രോൺ ശേഖരം ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെ ഷാഹിദ് ബഗേരിയിൽ നിന്നുള്ള ഡ്രോണുകൾക്ക് അമേരിക്കൻ അർമാഡയെ തുടർച്ചയായി ലക്ഷ്യം വെക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. ഒരേ സമയം 100-ലധികം ഡ്രോണുകളാണ് ഇങ്ങനെ തൊടുത്തുവിടുന്നത് എങ്കിൽ അതിനെ നേരിടാൻ അമേരിക്കൻ കപ്പൽ കൂട്ടത്തിന് പാടുപെടേണ്ടി വരും എന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. കൂടാതെ ഇറാൻ മിസൈലുകളെയും അവർ പേടിക്കേണ്ടി വരും. കാരണം ഇറാൻ മിസൈലുകൾ കപ്പലുകളെ ലക്ഷ്യം വെക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷാഹിദ് ബഗേരി പോലുള്ള ഡ്രോൺ കാരിയറുകൾ അമേരിക്കൻ അർമാഡയ്ക്ക് കനത്ത ഭീഷണിയാകും എന്ന് തന്നെ നമുക്ക് പറയാം.